ഈ ഒരു ഫോൺ ഒരു പവർ ഹൗസ് ആണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഈ ഫോണിൽ IP68, 69 തുടങ്ങിയ വാട്ടർ റേറ്റിംഗുകളുണ്ട്. ഇത് താഴെ ഇട്ടാലും ഒന്നും പറ്റില്ല, വെള്ളത്തിലിട്ടാലും ഒന്നും പറ്റില്ല, ഈവൻ ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്താൽ പോലും ഒന്നും പറ്റില്ലെന്നാണ് പറയുന്നത്. നമ്മളോടൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയണ്ടേ, നമ്മൾ ഫ്രീസ് ചെയ്യും, നമ്മൾ താഴെ ഇടും, നമ്മൾ വെള്ളത്തിലിടും. എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്നാൽ അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് എടുക്കാം. ഇത് പോക്കോ X7 എന്ന ഫോണാണ്. ഒപ്പം തന്നെ ഇത് പോക്കോ X7 Pro എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചേട്ടായി ആയിട്ട് വരുന്നൊരു ഫോണാണ്. സോ ഈ രണ്ട് ഫോണിനും ഒരു അൺബോക്സിംഗ് എടുക്കാം. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാം. സോ ഈ കാണുന്നതാണ് പോക്കോ X7 എന്ന ഫോണിൻ്റെ ബോക്സ്. ഈ ബോക്സിനകത്ത് നമുക്കൊരു കേസ്, ഡോക്യുമെൻറ്റേഷൻ, സിം ടൂൾ തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു ചെറിയ ബോക്സിൽ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫോണാണ്. ഈ കാണുന്നതാണ് പോക്കോ X7. സോ ഇതാണ് അതിൻ്റെ ലുക്ക്. ഇതിലേക്ക് കൂടുതൽ വരാം. അതിന് മുമ്പ് ബോക്സിൽ 45 വാട്ടിൻ്റെ ഒരു ചാർജർ ഇരിക്കുന്നുണ്ട്, ചാർജിങ് കേബിൾ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. സോ അപ്പോൾ പോക്കോ X7 ആയി. X7 Pro കാണണ്ടേ? ഈ കാണുന്നതാണ് പോക്കോ X7 Proയുടെ ബോക്സ്. ഈ ബോക്സിനകത്ത് പോക്കോ X7 Pro എന്ന ഫോൺ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഇതാണ് പോക്കോ X7 Pro. പക്ഷേ ഇതിൻ്റെ ബോക്സിൽ ഒരു കാര്യം കൂടി വ്യത്യാസമുണ്ട്. ചാർജർ കൂടുതലാണ്, കൂടിയ പവറുള്ള ചാർജറാണ്. 90 വാട്ടിൻ്റെ ചാർജറാണ് അതായി കാണുന്നത്. സോ അപ്പോൾ ഈ ഒരു കാര്യം വ്യത്യാസമുള്ളൂ. ബാക്കി ഇതെല്ലാം അങ്ങോട്ട് മാറ്റി വെക്കാം. സോ ആദ്യം നമുക്ക് ഈ രണ്ട് ഫോണുകളുടെ ബിൽഡ് ക്വാളിറ്റി ഡിസൈനൊക്കെ ഒന്ന് പരിശോധിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറഞ്ഞ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പോൾ ഇതിൽ IP66, 68, 69 ഈ രണ്ട് റേറ്റിംഗ് ഈ രണ്ട് ഫോണിലും ഒരുപോലെ വരുന്നുണ്ട്. ഇതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 7i ആണ് വരുന്നത്. സോ രണ്ടും ഡ്യൂറബിൾ ആയ ഒരു ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകൾക്കായാലും വേറെ ഓവർ വെയിറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ തിക്നെസ്സോ അങ്ങനെ ഒന്നും ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. എല്ലാം ഒരു സ്റ്റാൻഡേർഡായ ഡീസൻറ്റ് ലെവലിൽ തന്നെയാണുള്ളത്. ഇനി ഈ ഫോണുകളുടെ ഡിസ്പ്ലേയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പോക്കോ X7 എന്ന് പറയുന്ന ബേസ് മോഡൽ 120 ഹെർട്സിന്റെ 1.5K കർവ്ഡ് 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 3000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. വിസിബിലിറ്റിക്ക് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. യൂട്യൂബിലും മറ്റൊക്കെ കണ്ടന്റുകൾ സ്ട്രീം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നൈസായിട്ട് കാണാം, യാതൊരു ഇഷ്യൂ ഇല്ല. എക്സലന്റ് ഡിസ്പ്ലേ, കർവ്ഡ് ഡിസ്പ്ലേ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ല ഓപ്ഷനാണ്. ഡിസ്പ്ലേയുടെ ഭാഗത്ത് വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. ഒപ്പം തന്നെ 2560 ഹെർട്സിന്റെ ഇൻസ്റ്റാൾഡ് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. കൂടുതൽ TUV റെയിൻലൈൻ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ലോ ബ്ലൂ ലൈറ്റ്, ഫ്ലിക്കർ ഫ്രീ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓക്കെയാണ്. പിന്നെ വിഷ്വൽ ക്വാളിറ്റി ബെറ്റർ ആക്കാൻ വേണ്ടി ഡോൾബി വിഷൻ സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, വിഷയമൊന്നുമില്ല. സോ വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിൽ നിന്നും പോക്കോ X7 പ്രോയിലേക്ക് വരുമ്പോൾ, പ്രോ മോഡലിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 3200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടിയ ബ്രൈറ്റ്നസ് ഉണ്ട്. ഒപ്പം തന്നെ പ്രൊട്ടക്ഷൻ ഞാൻ പറഞ്ഞ പോലെ ഗൊറില്ല ഗ്ലാസ് 7i ആണ്. ഇതിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. പിന്നെ പ്രധാനമായിട്ടും ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. പ്രോ മോഡലിൽ വരുന്നത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇതിൽ കർവ്ഡ് ഡിസ്പ്ലേ. പഴയ X7ലാണ് കർവ്ഡ് ഡിസ്പ്ലേ കിടക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊന്നും നന്നായിട്ട് ഓർത്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ ആ സ്റ്റൈലിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ക്വാളിറ്റി രണ്ടും അടിപൊളിയാണ്. നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ടിൻ്റെ ഡിസ്പ്ലേകളിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. രണ്ടും സെറ്റാണ്. ഇനി ഫോണുകളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോക്കോ X7ൽ Dimensity 7300 അൾട്ര എന്ന് പറയുന്ന പ്രോസറാണ്. പെർഫോമൻസ് ഒന്നും യാതൊരു ഇഷ്യൂ ഇല്ല. വളരെ സ്മൂത്തായിട്ട് കണ്ടോ, വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. X7ൽ LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. പക്ഷേ പ്രോയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടിയ ലെവലാണ്. ഇതിൽ Dimensity 8400 എന്ന പ്രോസറാണ്. LPDDR5X റാം തന്നെ വരുന്നുണ്ട്. ഒപ്പം തന്നെ UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂവും പെർഫോമൻസിൻ്റെ ഭാഗത്തില്ല. ഗെയിമൊക്കെ അടിപൊളിയായിട്ട് കളിക്കാം. ഈ ഫോണിലാണെങ്കിൽ നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിലൊക്കെ BGMA കളിക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. Dimensity 7300 ഒരു ലെവൽ നമുക്ക് അറിയാവുന്നതാണ്. ആ രീതിയിൽ കളിക്കാം. പ്രോയിലാകുമ്പോഴും നമുക്ക് സ്മൂത്ത് എക്സ്ട്രീമിൽ തന്നെയാണ് ഗെയിം കളിക്കാൻ സാധിക്കുക. രണ്ടായാലും ഗെയിം പ്ലേയിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ UI നോക്കി കഴിഞ്ഞാൽ പോക്കോ X7ൽ HyperOS Android 14 ബേസ്ഡ് ആണ്. പക്ഷേ പ്രോ ആണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് HyperOS 2.0 ഇന്ത്യസ് ഫസ്റ്റ് HyperOS 2.0 ഫോണാണ്. സോ പുതിയ UI, പുതിയ അനുഭവമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രോ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് ഫോണിൻ്റെയും പെർഫോമൻസ്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവർ. ഇനി രണ്ട് ഫോണുകളുടെയും ബാറ്ററി ആൻഡ് ചാർജിങ് നോക്കിയാൽ ഇതിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിൻ്റെ ചാർജിങ് ആണ്. വിഷയമൊന്നുമില്ല. നൈസായിട്ട് ചാർജ് ചെയ്ത് നോർമലായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു ലെവലിൽ തന്നെ ഉപയോഗിക്കാം. പ്രോയിലാണെങ്കിൽ 6550 mAh ബാറ്ററി സിലിക്കോൺ ബാറ്ററിയാണ് വരുന്നത്. സോ ഏറ്റവും നല്ല ടെക്നോളജി, ഏറ്റവും കൂടിയ ബാറ്ററി ലൈഫും കിട്ടും. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. സോ ബെറ്റർ തീർച്ചയായിട്ടും പ്രോ തന്നെയാണ്. പ്രോ തന്നെയാണെന്ന് സാരം. ഇനി രണ്ട് ഫോണുകളുടെയും ക്യാമറ തീർച്ചയായിട്ടും ഒരു ഡീസന്റ് ലെവലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാമ്പിൾ കണ്ട് നോക്കാം. X7ന്റെ സാമ്പിളാണ് ഈ കാണുന്നത്. X7ൽ നമുക്ക് 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ, OIS EIS സപ്പോർട്ട് അടക്കമാണ് വരുന്നത്. 8 മെഗാപിക്സലിനാണ് വൈഡ് ആംഗിൾ ക്യാമറ, 20 മെഗാപിക്സലിന്റെയാണ് സെൽഫി ക്യാമറ, 4K സപ്പോർട്ടൊക്കെ ഉണ്ട്. സാമ്പിൾസ് ഈ കാണുന്ന പോലെയാണ്. ഫോട്ടോസ്, ഡേ ലൈറ്റ്, ആർട്ടിഫിഷ്യൽ ലൈറ്റ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഒരു ഡീസന്റ് ലെവലിൽ തന്നെയാണ് ഫോട്ടോസൊക്കെ വരുന്നത്. മോശമൊന്നും പറയുന്നില്ല, ഭയങ്കര അടിപൊളിയൊന്നും ഞാൻ പറയുന്നില്ല. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. വീഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. മെയിൻ ക്യാമറയിലാണ് 4K സപ്പോർട്ട് ഉള്ളത്. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. ഫുൾ HD വീഡിയോ സെൽഫി ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സാമ്പിൾ. ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ കാണിക്കുന്നുണ്ട്.
എങ്ങനെയുണ്ട് സംഗതി, നിങ്ങൾക്ക് ഓക്കെ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ക്യാമറ ഞാൻ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും നോക്കി തീരുമാനിക്കുക. X7 പ്രോയും ഇതേ ലെവലൊക്കെ ഉള്ളൊരു ക്യാമറ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് സോണി ക്യാമറയാണ്. അതിൻ്റെ സാമ്പിൾസാണ് ഇതായി കാണുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഫോട്ടോസ് തന്നെയാണ് ഇതിലും കിട്ടുന്നത്. അൾട്രാ വൈഡ് ക്യാമറ ഇവിടെയും 8 മെഗാ പിക്സലാണ്. ഫ്രണ്ട് ക്യാമറ ഇവിടെയും 20 മെഗാ പിക്സൽ തന്നെയാണ്. സ്പെക്കിലൊന്നും വ്യത്യാസമില്ല. മെയിൻ ക്യാമറയിൽ നിങ്ങൾക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ HD വീഡിയോ തന്നെയാണ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ സാമ്പിളാണ് ഈ കാണുന്നത്. സോ ക്യാമറ സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ ഫോണിൻ്റെ മറ്റ് കാര്യങ്ങളെന്ന് നോക്കി കഴിഞ്ഞാൽ ഇതിൽ Wi-Fi 6 ആണ് വരുന്നത്, ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. ഒരു ഓവർവ്യൂ ഞാൻ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സിം ട്രേ, അതേപോലെ റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ക്ലീൻ ആണ്. ടോപ്പിൽ സ്പീക്കർ ഗില്ല്, അതേപോലെ IR ബ്ലാസ്റ്റ്, സെക്കൻഡറി നോയ്സ് ക്യാൻസൽ മൈക്രോഫോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫോണിൻ്റെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളും. ഓവറോൾ ഈ രണ്ട് ഫോൺ എങ്ങനെയുണ്ട്, ഈ രണ്ട് ഫോണുകൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഡിസൈൻ, ഡിസ്പ്ലേ, പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കുന്നത്. ഒരു അൺബോക്സിംഗ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എനിക്കിപ്പോഴേക്ക് അറിയില്ല. അറിയുന്ന വഴിക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുകൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുക. ഇതിൻ്റെയൊക്കെ വില എന്തായാലും 25,000 താഴെ തന്നെ വരാൻ പാടുള്ളൂ. അതേ വരുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് 25-30 ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. പ്രൈസ് കൊടുക്കുക. ഞാൻ അവിടെ ആ പ്രൈസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ തീരുമാനം എടുക്കാൻ ഇത് എങ്ങനെയുണ്ടെന്ന്. പോക്കോ പൊതുവേ വാല്യൂ ഫോർ മണി ഫോണുകൾ തരുന്ന ബ്രാൻഡാണ്. ഇത്തവണ എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും ആ പ്രൈസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. ഇനി പ്രൈസിൽ വെച്ച് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ബാക്കി ടെസ്റ്റുകൾ ഇവർ പറഞ്ഞല്ലോ, ഇത് താഴെയിട്ടാവൊന്നും പറ്റില്ല, വെള്ളം വീണാലൊന്നും പറ്റില്ല, ഫ്രീസ് ചെയ്താവൊന്നും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്കൊരു ഡ്രോപ്പ് ടെസ്റ്റ് നടത്താം. അതായത് നമ്മൾ സാധാരണ ഫോണെ കൈപ്പിടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വീണാൽ എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റിയിട്ടില്ല. ഇതാ ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. സ്ക്രാച്ച് ഒന്നുമില്ല, ഒരു തരി കംപ്ലൈൻ്റ് ഇല്ല, സെറ്റാണ്. സോ അപ്പോൾ അത്യാവശ്യം ഡ്യൂറബിളാണ് ഈ ഒരു ഫോൺ എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നമുക്ക് ഫ്രീസറിൽ വെച്ചാൽ ഇതിനൊന്നും പറ്റില്ലെന്നാണല്ലോ പറയുന്നത്. ഫ്രീസറിലൊന്ന് വെച്ച് നോക്കാം. സോ നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഫ്രീസർ ഇതിനകത്താണ്. ഫ്രീസർ നമ്മൾ ഐസൊക്കെ ഉണ്ടാക്കുന്ന ആ സംഭവത്തിനുള്ളിലേക്ക് വെക്കുകയാണ്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് ഫ്രീസ് ആക്കുന്നില്ല, ജസ്റ്റ് ഫ്രീസറിൽ വെച്ച് നോക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കാം എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിരിക്കണം. നമുക്കൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് ഫ്രീസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് എടുത്ത് നോക്കുകയാണ്. പുക പറക്കുന്നുണ്ട്, ഒരു വിഷയമില്ല, നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷെ ഇതൊന്നും ആരും ചെയ്ത് നോക്കണ്ട കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഫ്രീസ് ചെയ്താലൊന്നും പറ്റാതെ നമ്മൾ വെറുതെ ഫ്രീസറിലൊന്ന് വെച്ച് നോക്കി, എന്തെങ്കിലും പറ്റുന്നുണ്ട്. 5 മിനിറ്റ് വെച്ച് നോക്കിയിട്ടും ഒരനക്കവും പറ്റിയിട്ടില്ല. അവിടെ മൊത്തം ഐസിന്റെ അംശങ്ങളാണ്, പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല, സെറ്റാണ്. ഇനി നമുക്കിത് വെള്ളത്തിൽ കൂടി ഒന്ന് മുക്കി നോക്കാം. ഇത്ര വലിയ റേറ്റിംഗ് ഒക്കെ ഉള്ളതല്ലേ. ഞാനൊരു പാത്രത്തിൽ വെള്ളം പിടിച്ചിട്ട് ജസ്റ്റ് അതിലേക്ക് മുക്കിയിടുകയാണ്. ഒരു 2-3-4-5 മിനിറ്റ് അവിടെ കിടക്കട്ടെ അല്ലേ. ഓക്കെ, ഒരു 5 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. 47 ആയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നമുക്ക് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. വെള്ളം ഫുള്ള് നനഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്നാലും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂ ഇല്ല. വെറ്റ് ടച്ച് ടെക്നോളജി അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. സോ അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തി നോക്കി. സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള ടെസ്റ്റുകൾ ഇതിലൊന്നും യാതൊരു പ്രശ്നവും ഈ ഫോണിന് വരുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയെ കാണിക്കുന്നുണ്ടെന്ന് പറയാം. സോ അപ്പോൾ നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു, വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നിങ്ങളാരും ഇത് ചെയ്ത് നോക്കാൻ നിൽക്കരുത്. എനിക്കിത് ടെസ്റ്റിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഫോണുകളായതുകൊണ്ടും ധൈര്യമായിട്ട് ചെയ്ത് നോക്കി ഞാൻ. പക്ഷേ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇത് ചെയ്യാൻ നിൽക്കണ്ട. കാരണം വെള്ളത്തിലൊക്കെ വീണിട്ട് എന്തെങ്കിലും ഡാമേജുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളം കയറി എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ ചെയ്യാം. അങ്ങനെ സംഭവിച്ചാൽ വാട്ടർ ഡാമേജിനൊന്നും കമ്പനികൾ വാറണ്ടി തരുന്നില്ല, ഇവരെന്നല്ല ആരും തരുന്നില്ല. സോ അതുകൊണ്ട് അത് ചെയ്യേണ്ട. പകരം ഇതൊക്കെ ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് തന്നെ കാണുക. അതൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും. സോ പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ പോക്കോ X7 പ്രൈസ്. പോക്കോ X7 സ്റ്റാർട്ട് ചെയ്യുന്നത് 19,999 അത് ഓഫർ അടക്കമുള്ള പ്രൈസാണ്. പോക്കോ X7 പ്രോയുടെ പ്രൈസ് നോക്കി കഴിഞ്ഞാൽ 24,999 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഓഫർ അടക്കമുള്ള പ്രൈസാണ്. ഓഫർ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ബാങ്ക് ഓഫർ, എക്സ്ചേഞ്ച് ഓഫർ, സ്പെഷ്യൽ ഓഫർ എല്ലാം ഉണ്ട്. സോ ഈ പ്രൈസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഓവറോൾ ഇതിപ്പോഴും പഴയ പോലെ തന്നെ വാല്യൂ ഫോർ മണി ആയ നല്ല ഓൾറൗണ്ടർ ഫോണുകളാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. പോക്കോ X7 പ്രോയുടെ സെയിൽ വരുന്നത് 14-ാം തീയതിയാണ്, 12 മണിക്കാണ്. പോക്കോ X7 ആണെങ്കിൽ 17-ാം തീയതിയാണ് സെയിൽ നടക്കാൻ പോകുന്നത്, 12 മണിക്കാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ അപ്പോൾ ഈ ഒരു വില കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡീസൻറ്റ് ഫോണുകൾ എന്ന് പറയാമെന്ന് തോന്നുന്നു അല്ലേ. താല്പര്യപ്പെട്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സോ അതാണ് പോക്കോ X7 ആൻഡ് X7 പ്രോയുടെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.